ദൈവം തിരുനാമത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാനരായ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനമറിയിച്ചു. ഇങ്ങനൊരു നിമിഷം ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് കേൾക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിനെ ശ്രദ്ധിക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. COVID-19 എന്ന മഹാമാരി രാജ്യത്തെ മുഴുവൻ, ലോകജനതയെ മുഴുവൻ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ നമുക്കിനി ആവശ്യം പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ദേശത്തെ സൗഖ്യം തരും ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ലഭ്യമായ വിലപ്പെട്ട സമയത്തെ ഓർക്കാൻ ഒരു വേദഭാഗം വായിച്ച് ആ വേദഭാഗത്ത് ചില ചിന്തകൾ ഓർപ്പിച്ച് പെട്ടെന്ന് ഈ മെസ്സേജ് വഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ദിനവൃത്താന്തങ്ങളുടെ 8-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം വായിക്കുന്നു. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ശലോമോൻ എന്ന ദാവീദിന്റെ മകൻ രാജാവായ സന്ദർഭങ്ങളും 6-ാം അധ്യായത്തിൽ ശലോമോന്റെ പ്രാർത്ഥനയും നമുക്ക് കാണുവാൻ കഴിയും. 7-ാം അധ്യായത്തിൽ ദൈവം ശലോമോനോട് സംസാരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലാണ് ദൈവത്തിന്റെ ആലയം ശലോമോൻ പണിതത്. ഏറ്റവും ശ്രേഷ്ഠമായി അവൻ ലെബനോൻ വഴി സരളമരം, ദേവദാരു, ചന്ദനം, വിലപിടിപ്പുള്ള മരത്തടികൾ കൊണ്ട് ഈ ആലയം പണിയുവാൻ ശലോമോൻ ആഗ്രഹിച്ചു. അതിൽ തങ്കം കൊണ്ട് അതിനെ പൊതിഞ്ഞു, പൊന്നുകൊണ്ട് അതിനെ പൊതിഞ്ഞു. അപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട്, വിശേഷ വസ്തുക്കൾ കൊണ്ടാണ് ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിതത്. ഈ ആലയം പണിതത് വാസ്തവത്തിൽ ദൈവത്തെ അതിൻ്റെ അകത്ത് ഇരുത്തി ഒതുക്കാമെന്നല്ല ചിന്തിച്ചത്. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങുന്നവനല്ല എന്റെ കർത്താവ്. എന്നാൽ അവന് വേണ്ടി ഒരു ആലയം പണിയുവാൻ ശലോമോൻ തയ്യാറായി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ. അവൻ ആലയം പണിതു. ആലയം പണിത അനന്തരം പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കുവാൻ അതിന്റെ ക്രമീകരണങ്ങളുണ്ട്. സംഗീതക്കാരെ ഒരുക്കി, വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആളുകളെ അവൻ ക്രമീകരിച്ചു. അസാഫിനെയും ഹേമാനെയും യദൂനെയും ഒക്കെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ കൊടുത്ത് അവരെയും ആ സ്ഥാനത്താക്കി. വലിയൊരു കാര്യം അതിനകത്ത് കാണാൻ കഴിയുന്നു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ മേഘം അതിലിറങ്ങുന്നതാണ്. ദൈവത്തിന്റെ തേജസ് അതിന്മേലിറങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം, ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. ശരിക്കും 4 ഭിത്തിക്കകത്ത് ഒതുങ്ങപ്പെടുന്നതല്ല ദൈവ സാന്നിധ്യം. ദൈവത്തിന്റെ വചനം വായിക്കുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. നാം കൂടുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. നാം ആയിരിക്കുന്നിടത്ത്, നാം കൂടുന്ന ആത്മീക കൂട്ടായ്മകളിൽ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ
മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം വെറും സീറോയാണ്. ദൈവസാന്നിധ്യമാണ് ഏറ്റവും പ്രാധാന്യമാണ്. ദൈവസാന്നിധ്യമാണ് ഏറ്റവും വിലപ്പെട്ടത്. നമുക്കതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായ മെറ്റീരിയൽ കൊണ്ട്, രത്നങ്ങൾ കൊണ്ട്, തങ്കം കൊണ്ട് ഒക്കെ പണി കഴിപ്പിച്ചതാണ് ദൈവത്തിന്റെ ആലയം. പക്ഷേ ആ ആലയത്തിനകത്ത് ദൈവസാന്നിധ്യമില്ലെങ്കിൽ ഈ പണി കഴിപ്പിച്ചത് കൊണ്ട് അർത്ഥമില്ലാതാകുക. ഏറ്റവും വലിയ കാര്യം ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം അതിനകത്ത് വേണം. ദൈവസാന്നിധ്യം അനിവാര്യമാണ്. തിരുവഴുത്തിൽ ഉടനീളം നമുക്ക് ആ ദൈവസാന്നിധ്യത്തെ കുറിച്ച്, ദൈവസാന്നിധ്യം പോയ അനുഭവങ്ങൾ, ദൈവസാന്നിധ്യം വന്ന മേഖലകൾ നമുക്ക് പഠിക്കാൻ കഴിയും. തുടർന്ന് അതിന്റെ ഒന്ന് രണ്ട് ചിന്തകളോടെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ചില സന്ദർഭം നമുക്കറിയാം. ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത് പുരോഹിതനായിരുന്നു ഏലി എന്ന് പറയുന്ന പുരോഹിതൻ. ഏലി പുരോഹിതൻ രണ്ട് മക്കൾ, ഒഫ്നിയും ഫിനെഹാസും. അവിടെ ശമൂവേൽ എന്ന ബാലൻ ശുശ്രൂഷയുണ്ട് ആലയത്തില്, പുരോഹിതനുണ്ട് ആലയത്തില്, പുരോഹിതന്റെ മക്കളുണ്ട്. പക്ഷെ സംഭവിച്ച നമുക്കറിയാം, പടക്കളത്തിൽ യുദ്ധത്തിന് പോയി. യുദ്ധസ്ഥലത്ത് നിന്ന് ഒരാൾ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് വന്ന് ഏലിയോട് പറഞ്ഞ ഒരു പദപ്രയോഗം, എന്റെ മക്കൾ പടക്കളത്തിൽ പട്ടിണി. ഈ വാർത്ത കേട്ട ഏലി താൻ ഇരുന്ന സ്ഥലത്ത് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു. കഴുത്ത് സാധാരണ ഒടിക്കേണ്ടത് കഴുതയുടെ. പുരോഹിതന്റെ ഗതി ഓർത്തു നോക്കിയേ. ആലയത്തിനകത്ത് വീണ് മരിച്ചു. പുരോഹിതന്റെ തലമുറ അവർ പടക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്ത് ദയനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആലയത്തിൽ സംഭവിച്ചത്. ശമൂവേലിനെ പറ്റി എഴുതിയിരിക്കുന്നത്, ആലയത്തിന് വിളക്ക് കെടുന്നതിന് മുമ്പേ ശമൂവേൽ പെട്ടകത്തോട് ചേർന്ന് കിടന്നു എന്നുള്ളതാണ്. ആകെ കൂടിയുള്ളത് ആ ആലയത്തിന്റെ അകത്തൊരു നേരിയ വെളിച്ചമാണ്. ആ വെളിച്ചം കൂടെ നഷ്ടപ്പെട്ടു പോയാൽ എന്നേക്കുമായിട്ട് അവിടെ മുഴുവൻ അടഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ശമൂവേൽ വിചാരിച്ചു, ഇനി ആകെ കൂടെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ ഒരു വിളക്ക് മാത്രമാണ്. ഇതൂടെ അണഞ്ഞു പോയാലുള്ള സ്ഥിതി ഓർത്ത് നോക്കി. അവൻ ആ വിളക്ക് കെടുന്നതിന് മുമ്പേ പെട്ടകത്തോട് ചേർന്ന് കിടന്നു എന്ന് തിരുവെഴുത്തുകൾ വായിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഈ ഒരു അവസ്ഥയൊക്കെ എല്ലാം ഉണ്ട്. പുരോഹിതനുണ്ട്, ശുശ്രൂഷക്കാരുണ്ട്, സമ്പത്തുണ്ട്, ധനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാമായിട്ടുണ്ട്. പക്ഷേ ദൈവസാന്നിധ്യം എവിടെ? ദൈവസാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് പടക്കളത്തിൽ നിന്ന് കേട്ട വാർത്ത കേട്ടപ്പോൾ ഏലി പുരോഹിതൻ മരിച്ചു. പുരോഹിതന്റെ തലമുറ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ തനിക്ക് ഭയമായിപ്പോയി, സഹിക്കാൻ കഴിയാതായിപ്പോയി. ഫിനെഹാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭവതിയായിരുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പെട്ടെന്ന് അവൾ പറഞ്ഞ പദപ്രയോഗം, മഹത്വം ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവമഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു. ദൈവമഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. മഹത്വം പോയി. മഹത്വം പോയാൽ പിന്നെ എന്തുണ്ട്? ദൈവമഹത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തുണ്ട്? നമ്മുടെയൊക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ദൈവസാന്നിധ്യം, ദൈവമഹത്വമാണ്. നാം നേടുന്നതോ സമ്പാദിക്കുന്നതോ അതൊക്കെ നല്ല കാര്യമാണ്. ജീവിതത്തിൽ അതൊക്കെ നല്ലതാണ്.
മക്കൾക്ക് വേണ്ടി ഒരു വീട് പണിയുന്നതോ, ഒരു വാഹനം വാങ്ങുന്നത്, സ്ഥലം വാങ്ങുന്നത് ഒക്കെ നല്ല കാര്യം. പക്ഷേ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ചിന്തയും അതിനുവേണ്ടി മാത്രമാകരുത്. ലോകത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം കരുതി ഓടുന്ന ഒരു ജനതയാകരുത്. സ്ഥാനമാനങ്ങൾ മാത്രം കൊതിച്ചുകൊണ്ട് പോകുന്ന ഒരു ജനതയായി മാറരുത്. ദൈവമഹത്വം നഷ്ടപ്പെടരുത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടരുത്. ദൈവ സാന്നിധ്യവും ദൈവമഹത്വവും നഷ്ടപ്പെട്ടാലുള്ള സ്ഥിതി ഒന്ന് ഓർത്തു നോക്കിക്കേ. കെട്ടിടമുണ്ട്, അമ്പരചുംബികളായ കെട്ടിടങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലല്ലോ ഇന്ന് നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ടത്തെ സ്ഥിതിയല്ല. പണ്ട് ആഹാരം കഴിക്കാൻ നമുക്കില്ലായിരുന്നു, നല്ല ആഹാരം കഴിക്കാൻ. ഇന്ന് ധാരാളം ആഹാരം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. പണമില്ലായിരുന്നു, ഇന്ന് ധാരാളം പണമൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു ജോലി ഇല്ലായിരുന്നു, ഇന്ന് ഉന്നതമായ ജോലി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ ലഭിച്ചു. ആരാധന ആലയങ്ങൾ നമുക്കില്ലായിരുന്നു, മനോഹരമായ ആലയങ്ങളില്ലായിരുന്നു. ചെറിയ ചെറിയ കൂരകളിൽ ആരാധിച്ചവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. ഇന്ന് നമുക്ക് സൗകര്യപ്രദമായ ആലയം, അതിനുവേണ്ട സൗകര്യങ്ങൾ, വീട്, മക്കൾ, അവർക്ക് ജോലി, വിദ്യാഭ്യാസം ഒക്കെ ദൈവം അനുഗ്രഹിച്ചു. നല്ലത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടോ? ദൈവ സാന്നിധ്യം ഉണ്ടോ? ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് മടക്കി കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയ, കയ്യിൽ നഷ്ടപ്പെട്ടു പോയ ആത്മീയത നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. മറ്റെല്ലാം നാം തിരിച്ചു പിടിച്ചില്ലേ? സാമ്പത്തികമായി നാം പിന്നിലായിരുന്നു, നാം മുൻപന്തിയിൽ എത്തി. നല്ലൊരു വീടില്ലായിരുന്നു, നല്ല വീടുകൾ നാം പണിതു. എല്ലാം നാം തിരിച്ചു പിടിച്ചു. ഇനി ഒരു കാര്യം, എല്ലാം തിരിച്ചു പിടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ശ്രേഷ്ഠമേറിയ ദൈവം നമ്മിൽ പകർന്ന, ദൈവം നമ്മിൽ നൽകിയ ദൗത്യം, നമ്മിൽ നൽകിയ അഭിഷേകം, ദൈവ സാന്നിധ്യം, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കിക്കൊണ്ടുവരണം. ആ സ്ഥാനത്തേക്ക് അത് മടക്കിക്കൊണ്ടുവരണം. അതിന് എത്ര പേർ തയ്യാറാകും? ദൈവമഹത്വം മടക്കിക്കൊണ്ടുവരട്ടെ, ദൈവ സാന്നിധ്യം മടക്കിക്കൊണ്ടുവരട്ടെ. തുടർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠത, ദൈവമഹത്വത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് അനുഭവിക്കാം. അപ്പോൾ ദൈവ സാന്നിധ്യം മടക്കിക്കൊണ്ടുവരണം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ല പ്രിയ. ഏറ്റവും വലുത് ദൈവ സാന്നിധ്യമാണ്, ദൈവ മഹത്വമാണ്. മോശയോടൊരിക്കൽ ദൈവം പറഞ്ഞ ഒരു ശബ്ദം, ഒരു വാക്കിങ്ങനാണ്: ഞാൻ ഇസ്രായേൽ മക്കളുടെ നടുവിൽ പ്രവർത്തിക്കും, അവർക്ക് ഞാൻ വെള്ളം തരാം, അവർക്ക് ഞാൻ മന്ന തരാം, അവർക്ക് ഞാൻ കാടപ്പക്ഷിയെ തരാം, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഈ മരുഭൂമിയിൽ ഒരുക്കി തരാം. പക്ഷെ ഒരു കാര്യം, ഞാൻ അവരുടെ നടുവിൽ നടക്കത്തില്ല. എല്ലാം അയച്ചു തരാം, എല്ലാം ഞാൻ തരാം, ഒന്നിനും ഞാൻ കുറവ് വരുത്തത്തില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ അവരുടെ നടുവിൽ നടക്കത്തില്ല. മോശ പറഞ്ഞ ഒരു മറുപടി എന്നെ വളരെ സന്തോഷിപ്പിച്ചു. എന്താ മറുപടി എന്നറിയാമോ? കർത്താവേ, യഹോവയാം ദൈവമേ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ അടിയങ്ങളെ പുറപ്പെടുവിക്കരുത്, അടിയനെ അയക്കരുത്. മറ്റെല്ലാം ഉണ്ടെങ്കിലും നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ പിന്നെ എന്താണ്? മന്ന കിട്ടിയത് കൊണ്ടോ, കാടപ്പക്ഷ കിട്ടിയത് കൊണ്ടോ, വെള്ളം കിട്ടിയത് കൊണ്ടോ? അതിന്റെ അകത്ത് മാത്രമല്ല ഞാൻ സംതൃപ്തനാകുന്നത്. അതാ മോശ പറഞ്ഞത്. ഞാൻ ഈ ഭൗതികമായി കിട്ടിയ നന്മയ്ക്കകത്ത് മാത്രമല്ല സംതൃപ്തൻ. എനിക്കത് മാത്രം പോരാ, അത് ആവശ്യമാണ്, പക്ഷെ അത് മാത്രം പോരാ.
എനിക്ക് ആവശ്യം, എനിക്ക് ആഗ്രഹം, എന്റെ താല്പര്യം നിന്റെ സാന്നിധ്യമാണ്. നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ, അടിയനെ അയക്കരുതേ. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ എവിടെ പോണം? എവിടെ പോയാൽ രക്ഷപ്പെടും? ദൈവശബ്ദമില്ലാതെ, ദൈവ സാന്നിധ്യവും ദൈവശബ്ദവും കൂടെ ഉണ്ടെങ്കിൽ പോകുന്നിടമെല്ലാം വിജയമായി മാറും. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം, മക്കദോന്യ ശബ്ദം കേട്ട പൗലോസിന്റെ ചരിത്രം. ആസിയിലും ബിഥുന്യയിലും ദൈവത്തിന്റെ ആത്മാവ് തന്നെ തടഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് തന്നെ തടഞ്ഞപ്പോൾ പോകരുതെന്നാണ്. ആസി ബിഥുന്യ പോകരുത്. ദൈവത്തിന്റെ ആത്മാവിന് ഇപ്പോ പൗലോസിനെ അങ്ങോട്ട് വിടാനുള്ള താല്പര്യമില്ല. പിന്നെ പോകരുത്. ദൈവശബ്ദമില്ലാതെ, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാതെ ഒരിടത്തും പോകരുത്. അത് പരാജയമാണ്, അത് തകർച്ചയാണ്. എന്നാൽ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്റ്റെപ്പ് വെച്ചാൽ, ദൈവത്തിന്റെ വാക്കിന് നാം മുന്നോട്ട് പോയാൽ അത് വിജയം തന്നെ ആയിരിക്കും, അത് അത്ഭുതം തന്നെയായിരിക്കും. പോലീസിനെ സംബന്ധിച്ച് അത് ഇവിടെ വിധേയപ്പെട്ടു. പരിശുദ്ധാത്മാവ് തടഞ്ഞപ്പോൾ അതിന് വിധേയപ്പെട്ടു. ആസിയും ബിഥുന്യയും കടന്നു പോകരുതേ. ദൈവത്തിന്റെ ആത്മാവ് തടഞ്ഞപ്പോൾ പെട്ടെന്ന് അതിന് വിധേയപ്പെട്ടു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഒരു മക്കദോന്യ പുരുഷൻ തന്റെ അരികിൽ നിൽക്കുന്നത് ആത്മാവിൽ കണ്ടു, ദർശനത്തിൽ കണ്ടു. മക്കദോന്യ പുരുഷൻ സംസാരിക്കാൻ, നീ മക്കദോനിക്ക് വരണം, ഞങ്ങളെ സഹായിക്കണം എന്നുള്ള ദൈവശബ്ദം കേട്ടപ്പോൾ ഉടനെ മക്കദോനിക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പിന്നെ നമുക്കറിയാം ഫിലിപ്പിയിൽ എത്തിയ ശുശ്രൂഷകളും മക്കദോനിൽ എത്തിയപ്പോൾ ഉണ്ടായ ആത്മീയ അനുഭവങ്ങളൊക്കെ. ആസിയിലും ബിഥുന്യയിലും ലഭിക്കാൻ കഴിയാത്ത ശ്രേഷ്ഠമായ ശുശ്രൂഷ മക്കദോനിൽ കിട്ടി. ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നപ്പോൾ കിട്ടി. ഒരു പക്ഷെങ്കിൽ മാനുഷികമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഈ രണ്ട് സ്ഥലത്ത് പോയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടന്നേനെ, ശ്രേഷ്ഠമായിട്ട് നടന്നേനെ, ഭൗതികമായിട്ടും കാര്യങ്ങൾ നടന്നു പോയത്. പക്ഷേ ദൈവസാന്നിധ്യം അതല്ലേ വലുത്. നമുക്ക് ആ ദൈവസാന്നിധ്യത്തിന് വിധേയപ്പെട്ടു മുന്നോട്ട് പോകാം. ദൈവസാന്നിധ്യത്തിന് നമുക്ക് വിധേയപ്പെടാം. ദൈവ മഹത്വം നമ്മുടെ അകത്ത് വരട്ടെ. ശലോമോൻ ആലയം പണിത് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവമഹത്വം കൊണ്ട് ആലയം നിറഞ്ഞു. സമാഗമന കൂടാരത്തിൽ ദൈവമഹത്വം നിറഞ്ഞതുപോലെ, സമാഗമന കൂടാരത്തിൽ ദൈവമഹത്വം, ദൈവസാന്നിധ്യം നിറഞ്ഞതുപോലെ, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 34 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കാണാൻ കഴിയും. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മോശയോട് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന്, ഞാൻ ഇസ്രായേലിന് നടുവിൽ വസിക്കേണ്ടതിന്, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുക, ദൈവ സാന്നിധ്യം അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവം പറഞ്ഞ അളവിൽ, ദൈവം പറഞ്ഞ കണക്കിൽ, മോശയുടെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പ്ലാൻ, സ്വർഗീയ പ്ലാൻ അനുസരിച്ച് സമാഗമന കൂടാരം പണിതു. ദൈവമഹത്വം ഇറങ്ങണമെങ്കിൽ ദൈവം പറയുന്ന പോലെ പണിയാൻ തയ്യാറാകണം. അല്പം മോശയുടെ പ്ലാനും അല്പം മോശയുടെ കണക്കും അല്പം കൂടിയിരിക്കട്ടെ, ഇച്ചിരി വീതി കൂടിയിരിക്കട്ടെ, അല്പം അതിന്റെ നീളം കൂടിയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മോശയുടെ കണക്കനുസരിച്ചും ചിന്ത അനുസരിച്ചും അതിന്റെ അകത്ത് തിരികെ കഴിച്ചാൽ അത് പരാജയം. നമ്മുടെ കണക്ക് കൂട്ടലുകളും നമ്മുടെ പ്ലാനുമല്ല, ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെടണം. ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയുള്ളൂ. സമാഗമന കൂടാരം ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ് മോശ പണിത് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിക്കുന്നുണ്ടോ, യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തെ നിറച്ചു, തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും
യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. അത്ര ദൈവസാന്നിധ്യമായിരുന്നു, അത്ര ദൈവമഹത്വമായിരുന്നു സമാഗമന കൂടാരത്തിൽ വെളിപ്പെട്ടത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമക്കളെ, ദൈവസാന്നിധ്യം ഉണ്ടോ നമ്മുടെ ആലയത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ശുശ്രൂഷയിൽ? നമ്മുടെ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? ഒത്തിരി പേര് ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, പ്രസംഗിക്കുന്നുണ്ടല്ലോ, പാടുന്നുണ്ടല്ലോ, പ്രവചിക്കുന്നുണ്ടല്ലോ, അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, ദൈവസാന്നിധ്യം ഈ ശുശ്രൂഷകളിലുണ്ടോ എന്ന്. പ്രസംഗത്തിനകത്ത് ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ എന്ത് പ്രസംഗം? ആ പ്രസംഗം കൊണ്ട് എന്താ അർത്ഥം? രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നില്ലേ? രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ഭയങ്കര വാക്ചാതുര്യത്തോടു കൂടി ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അവര് ഗംഭീരമായി പ്രസംഗിക്കുന്നുണ്ട്. ആളുകളുടെ കയ്യടിയുണ്ട്, ആരവാരങ്ങളുണ്ട്, കരഘോഷമുണ്ട്, ആർപ്പുവിളിയുണ്ട്, ജൈവിളിയുണ്ട്. ആ പ്രസംഗം കൊണ്ടൊക്കെ അവരർത്ഥമാക്കുന്നത് അവരുടെ ആളുകൾ, അവരുടെ അണികൾ അത് കേൾക്കുമ്പോൾ അവരുടെ രക്തം തിളയ്ക്കണം. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പ്രസംഗം അവസാനിപ്പിക്കുക എന്നുള്ള ഇതൊരു ശുശ്രൂഷയാണ്, ദൈവവചന ശുശ്രൂഷയാണ്. ഇപ്പൊ ദൈവവചന ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. 1.5 മണിക്കൂർ പ്രസംഗിച്ചു, 3 മണിക്കൂർ പ്രസംഗിച്ചു, അല്ലെങ്കിൽ 20 മിനിറ്റ് പ്രസംഗിച്ചു, ദൈവസാന്നിധ്യമുണ്ടോ? ദൈവമഹത്വം ഇറങ്ങിയിട്ടുണ്ടോ നമ്മുടെ ശുശ്രൂഷയിൽ? എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു, എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ നമ്മൾ പറയുന്നു, ദൈവസാന്നിധ്യമുണ്ടോ? നമുക്കൊന്ന് മടങ്ങി വരാം. നാം ചിന്തിക്കേണ്ട സമയങ്ങളും സന്ദർഭങ്ങളുമാണ് ഈ ദിവസങ്ങൾ. ഈ മഹാമാരി ലോകത്താകമാനം അടിച്ചു. കുറെ ദിവസങ്ങൾ നാം വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നു, കുറെ ദിവസങ്ങൾ നാം റൂമിൽ ഒതുങ്ങേണ്ടി വരുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും മടങ്ങി വരാനും അനുദപിക്കുവാനുമുള്ള ചില സന്ദർഭങ്ങളായി മാറട്ടെ. നമുക്ക് ആ ദൈവസാന്നിധ്യം മടക്കിക്കൊണ്ടുവരണം. നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പ്രവചന ശുശ്രൂഷയിൽ, പ്രവചന ശുശ്രൂഷിക്കുമ്പോഴും ദൈവാത്മാവിന്റെ നിയോഗത്തായിരിക്കണം, ദൈവാത്മാവിന്റെ പദ്ധതിക്കനുസരിച്ചായിരിക്കണം. ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടോ, കയ്യടി കേൾക്കുന്നത് കൊണ്ടോ, ആരവാരങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പറയാമെന്നുള്ള ചിന്തകളൊക്കെ വിട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നെങ്കിൽ പറയണം. അവിടെയാണ് ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുന്നത്. ഈ എല്ലാം പണിതു, ശലോമോൻ ആലയം മുഴുവൻ പണിതു, പൊന്നുകൊണ്ട് പണിതു, തങ്കം കൊണ്ട് പണിതു, രത്നങ്ങൾ കൊണ്ട് പണിതു, ചന്ദനമരങ്ങൾ കൊണ്ട് പണിതു, സരളമരങ്ങൾ കൊണ്ട് പണിതു, ദേവദാരു കൊണ്ട് പണിതു. ദൈവസാന്നിധ്യമില്ലെങ്കിലോ ഈ പണിതെല്ലാം വെറും അർത്ഥശൂന്യമായി പോയി. അവിടെ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവമഹത്വം അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം ഒന്ന് ഇറങ്ങണമേ. എന്റെ ഒരു പാട്ടുപാടങ്ങൾ ശുശ്രൂഷയാണ്, അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങണമേ. ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ ദൈവപ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ശലോമോനോട് സംസാരിക്കുകയാണ്. ദൈവം ശലോമോനോട് ഇടപെടുകയാണ്. എന്താ ശലോമോനോട് ദൈവം ഇടപെട്ടത്? എന്താ ശലോമോനോട് ദൈവം സംസാരിച്ചത്? ദൈവം എന്താണ് ശലോമോനോട് സംസാരിച്ചത്? 6-ാം അധ്യായത്തിൽ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 7-ാം അധ്യായത്തിൽ ദൈവം ശലോമോനോട് സംസാരിക്കുക. രാത്രിയിൽ ദൈവം ശലോമോനോട് ഇടപെട്ടു. 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 7:13, ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി മഹാമാരി വരികയോ
ആകാശം ദൈവം അടച്ചു കളയുകയോ വെട്ടിക്കിളിയോ അയക്കുകയോ ചെയ്താൽ എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവത്തിന്റെ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം, വിളിക്കപ്പെട്ട ജനം, ആ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് വിധേയപ്പെട്ടും വിനയപ്പെട്ടും കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ ദേശത്തെ മഹാമാരിയെ മാറ്റും. ദേശത്ത് ഞാൻ ദൈവിക സമാധാനം അയക്കും. അപ്പൊ മഹാമാരിയും ആകാശം അടച്ചു കളഞ്ഞ് മഴ പെയ്യാതിരിക്കുകയും വെട്ടുക്കിളിയെ കൽപ്പിക്കുകയും ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, ദൈവത്തിന്റെ നാമം വഹിക്കുന്ന ദൈവത്തിന്റെ ജനം ചെയ്യേണ്ട കാര്യം തങ്ങളെ തന്നെ താഴ്ത്തണം, ദൈവസന്നിധിയിൽ താഴണം. ആർക്കും കഴിയത്തില്ല. എല്ലാരും വലിയവരാണ്, ആരും ചെറിയവരല്ല. എല്ലാരും ഉന്നതന്മാരാണ്, എല്ലാരും മിടുക്കന്മാരാണ്. ഞാൻ വിധേയപ്പെടണോ, ഞാൻ താഴണോ, ഞാൻ ചെറുതാകണോ എന്നുള്ള മനോഭാവവും ചിന്തയും ഇന്ന് ആത്മീയരിൽ ഭരിക്കുകയാണ്. നമുക്ക് യോനയുടെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. മഹാനഗരമായ നിനവയിൽ ചെന്ന് യോന പ്രസംഗിക്കാൻ തുടങ്ങി. യോന പ്രസംഗിച്ചു. യോന ശക്തമായി പ്രസംഗിച്ചപ്പോൾ രാജ്യത്തെ രാജാവ് ഉൾപ്പെടെ പ്രജകൾ, കുഞ്ഞുങ്ങൾ, കുട്ടികൾ, മുതിർന്നവർ, മൃഗങ്ങൾ ഒരുപോലെ, ആട് മാട് എല്ലാം ഒരുപോലെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അവർ ദൈവസന്നിധിയിൽ താണു. ദേശത്തെ മഹാമാരി, ദേശത്തെ ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനം ദൈവസന്നിധിയിൽ താണപ്പോൾ, രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടപ്പോൾ, മഹാനഗരമായ നിനവയെ ദൈവം നശിപ്പിക്കാൻ വെച്ചത് ദൈവം അത് മാറ്റി. ദൈവം അനർത്ഥം മാറ്റാൻ കാരണം ദേശത്തെ ജനത്തിന്റെ താഴ്മയാണ്. നമുക്കും താഴാം, നമുക്കും വിനയപ്പെടാം, നമുക്കും താഴേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. പൊങ്ങച്ചക്കാരോട് ദൈവം കരുണയില്ല. തലക്കനം കാണിക്കരുത്. ഒന്നിനും നമുക്ക് നിഗളിക്കാനൊന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. സമ്പത്ത് കിട്ടിയോ ദൈവത്തിന്റെ കൃപ, വീട് കിട്ടിയോ ദൈവത്തിന്റെ കൃപ, എന്തെങ്കിലും ഇനി ശുശ്രൂഷയാകട്ടെ അതും ദൈവത്തിന്റെ കൃപ. നിഗളിക്കാനൊന്നുമില്ല. എന്റെ കഴിവുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്നു, എന്റെ മിടുക്കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയത്തില്ല. ദൈവസന്നിധിയിൽ താഴുക, ദൈവത്തിന്റെ കൃപ. ഞാൻ ആകുന്നത് കൃപയാൽ, ഞാൻ നിൽക്കുന്നത് കൃപയാൽ, ഞാൻ ഇവിടെ വരെ എത്തിയത് കൃപയാൽ, എന്റെ കുടുംബം നിൽക്കുന്നത് കൃപയാൽ, എന്റെ ശുശ്രൂഷ ദൈവത്തിന്റെ കൃപയാൽ. എല്ലാം കൃപ, കൃപ, കൃപ. ഒറ്റ കാര്യം, താഴുക, തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ച് ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവമുഖത്തേക്ക്, മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. ദേശത്തെ അനർത്ഥം മാറണമോ, മഹാമാരി മാറണോ, ദേശത്ത് മഴ പെയ്യണോ, കൃഷി ഉണ്ടാവണമോ, നന്മയുണ്ടാകണമോ, ജനം ദൈവത്തിന് താഴണം. ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവമുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ അടുത്ത ജനം ചെയ്യേണ്ടത് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം. ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം. പാപം വിട്ട് തിരിയണം. പഴയ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരണം. തെറ്റിൽ നിന്ന് തിരിച്ചു വരണം. യഥാസ്ഥാനപ്പെടണം. മടങ്ങി വരണം. മാനസാന്തരപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് നൽകുന്ന സന്ദേശം. ജനത്തിന് മാനസാന്തരമില്ലല്ലോ ഇന്ന്. എന്ത് തെറ്റ് ചെയ്താലും മാനസാന്തരമില്ല. എന്ത് കുറ്റം ചെയ്താലും മാനസാന്തരമില്ല. മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിജയപ്പെടണം. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ്, നമ്മുടെ പാപവഴികളെ വിട്ടുതിരിഞ്ഞ്, ലംഘനങ്ങളെ വിട്ടുതിരിഞ്ഞ്, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ താഴുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഒന്ന് താഴണം. 2 ദൈവമുഖത്തേക്ക് നോക്കണം. 3 ദുർമാർഗം വിട്ടുതിരിയണം. 4 എങ്കിൽ മാത്രമേ ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവം പ്രാർത്ഥന കേൾക്കും പ്രിയരെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും.
നമ്മുടെ കരച്ചിൽ ദൈവം കാണും, നമ്മുടെ യാചന ദൈവം അറിയുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. എന്താ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? താഴ്മയില്ല, ദൈവമുഖം അന്വേഷിക്കുന്നില്ല, വിനയപ്പെടുന്നില്ല. നമുക്ക് താഴാം. നമ്മുടെ കർത്താവ് നമുക്ക് മാതൃകയല്ലേ? സ്വർഗത്തിലെ സകല മഹത്വവും മഹിമയും വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശില മരണത്തോളം താഴ്ത്തി, മനുഷ്യ സാദൃശ്യത്തിലായി നമ്മെ രക്ഷിക്കുവാൻ അവൻ മാതൃകയുണ്ട്. 12 ശിഷ്യന്മാരുടെ കാൽ കർത്താവ് കഴുകിയില്ലേ? അരയിൽ തോർത്ത് ചുറ്റി മേൽവസ്ത്രം ഉരിഞ്ഞു വെച്ച് അവൻ ഓരോരുത്തരുടെ കാല് കഴുകി. ശിഷ്യന്മാരുടെ ഇടയിൽ ചോദ്യം, ഞങ്ങളിൽ ആരാ വലിയവൻ? ഞങ്ങളിൽ ആരാ ഉന്നതൻ? ഞങ്ങളിൽ ആരാ വലിയവൻ? ഇത് ചോദ്യമാണ്. ഗോസ്പൽ ടീം തുടങ്ങിയ കാലം മുതൽ ഈ ചിന്തയാ, ഞങ്ങളിൽ ആരാ വലിയവൻ. ടീം തുടങ്ങിയ കാലം മുതൽ ചിന്തയാ, ഇത് ഭരിക്കുന്നെങ്കിൽ ആരും വിജയിക്കത്തില്ല. കർത്താവ് പറഞ്ഞ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. നമുക്ക് താഴാം, വിനയപ്പെടാം, വിധിപ്പെടാം, ദുർമാർഗ്ഗങ്ങൾ വിട്ടു തിരിയാം, മാനസാന്തരപ്പെടാം, കരയാം, ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവം ദേശത്ത് സ്വസ്ഥത, ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും. ദേശത്തിന് സൗഖ്യം വരണമോ? വിധേയപ്പെടാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കും, വിധേയപ്പെട്ടു പ്രാർത്ഥിക്കും. ഞങ്ങളെ രക്ഷിക്കണമേ, ദേശത്ത് സൗഖ്യം വരുത്തണമേ, ഈ മഹാമാരിയെ ദൈവം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കും. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി ദൈവം. God bless you.